അപ്പോൾ നമുക്ക് വാർത്തകളിലേക്ക് വിശദമായി കടക്കാം. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹിജാബ് വിവാദം അതിങ്ങനെ ചൂട് പിടിക്കുകയാണ്. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിന്റേത് ഗുരുതരമായ കൃത്യവിലോപമാണെന്നും ശിരോവസ്ത്രം ധരിച്ച് തുടർ പഠനം നടത്താൻ അനുമതി നൽകണമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചിരുന്നു. പ്രശ്നം പരിഹരിച്ച് 11 മണിക്ക് മുൻപായി റിപ്പോർട്ട് നൽകാനാണ് സ്കൂളിന് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വി അരുണാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ വിവാദം കത്തുകയാണ്. തുടക്കത്തിൽ ഈ ഹിജാബ് ധരിക്കുന്നത് സ്കൂളിന്റെ യൂണിഫോമിറ്റിക്ക് എതിരാണ് എന്നുള്ള തരത്തിലുള്ള നിലപാടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നത്. പിന്നീട് DEയുടെ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം അദ്ദേഹം ഈ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും മതവിശ്വാസം പിന്തുടരാനും എല്ലാവർക്കും അവകാശമുണ്ട്, ശിരോവസ്ത്രം ധരിച്ച് തന്നെ കുട്ടി സ്കൂളിലേക്ക് എത്തട്ടെ എന്ന് നിർദ്ദേശിക്കുന്നതും സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനവുമായി രംഗത്തേക്കൊക്കെ വരുന്ന സാഹചര്യം കണ്ടു. പക്ഷെ അതേസമയം ഇപ്പോൾ കോൺഗ്രസിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈബി ഈഡൻ MP അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചെടുത്തു നിന്നാണ് മന്ത്രി പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള നീക്കങ്ങളുടെ ഒരു സമഗ്ര ചിത്രം, ഒപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകാൻ പോകുന്ന നീക്കങ്ങൾ അതെങ്ങനെയായിരിക്കും? ആര്യ, ഹിജാബ് വിവാദം ഏറെക്കുറെ അവസാനിച്ചതായിരുന്നു. ആര്യ സൂചിപ്പിച്ച പോലെ ഇതിനെ ഹൈബി ഈഡനും അതുപോലെ കോൺഗ്രസ് ജില്ലാ DCC അധ്യക്ഷരൊക്കെ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം ഏറെക്കുറെ അവസാനിപ്പിച്ചു. വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ സ്കൂൾ പറയുന്ന യൂണിഫോം ധരിച്ച് എത്താൻ തയ്യാറെന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ അതിനു പിന്നാലെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി വിദ്യാഭ്യാസ മന്ത്രിക്ക് DDയുടെ റിപ്പോർട്ട് കിട്ടുന്നത്, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് കിട്ടുന്നത്. സ്കൂളിന്റെ ഭാഗത്തുണ്ടായത് അതീവ ഗുരുതരമായ കൃത്യവിലോപവും മത ആരാധനാ സ്വാതന്ത്ര്യ ലംഘനവുമാണ് നടന്നത്. ഇത് വിദ്യാഭ്യാസ നിയമത്തിൽ ലംഘനമാണെന്ന് കൂടി ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പുതിയ നിലപാട്, കഴിഞ്ഞ ദിവസമുള്ളതിന് തിരുത്തിയ നിലപാട് പ്രഖ്യാപിച്ചത്. സ്കൂളിൽ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. സ്കൂളിന് ഡ്രസ് കോഡ് തീരുമാനിക്കാം, പക്ഷേ അതിന്റെ വസ്ത്രത്തിന്റെ നിറവും മറ്റും അവർക്ക് തീരുമാനിക്കാൻ, അപ്പുറത്തേക്ക് ഇത്തരത്തിൽ മത സ്വാതന്ത്ര്യപ്രകാരമുള്ള മതാചാരപ്രകാരമുള്ള ഒരു വസ്ത്രം ധരിക്കണമെന്ന ഒരു വിദ്യാർത്ഥി താല്പര്യപ്പെട്ടാൽ അത് അനുവദിക്കണം. ഇല്ലെങ്കിൽ അത് മതസ്വാതന്ത്ര്യത്തിനും അവരുടെ മൌലിക അവകാശത്തിനും കൂടി എതിരെന്നൊരു നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ 11 മണിക്ക് മുമ്പ് ഈ പ്രശ്നം പരിഹരിച്ച് റിപ്പോർട്ട് നൽകാനാണ് സ്കൂൾ പ്രിൻസിപ്പലിനോടും മാനേജറോടും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ നിലപാട് സ്കൂളിന് ഇഷ്ടമുള്ള ഡ്രസ് കോഡ് തീരുമാനിക്കാമെന്നുള്ളത് തന്നെയാണ്. അത് സ്കൂളിന്റെ അവകാശമാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, ആരാധനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഈ കുട്ടികളുടെ രക്ഷിതാക്കളുടെ അഭിപ്രായം കൂടി മാനിക്കണമെന്ന നിലപാടാണ് ഇന്നലെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി സ്വീകരിക്കുന്നത്. ഇന്ന് 11 മണിക്ക് മുമ്പ് സമഗ്രമായ റിപ്പോർട്ട് നൽകാനും മന്ത്രി സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അരുൺ, ഇതിപ്പോൾ നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യൂണിഫോം ധരിച്ച് തന്നെ, യൂണിഫോമിൽ ഹിജാബ് അനുവദിക്കുന്നില്ലെങ്കിൽ അത് ധരിക്കാതെ തന്നെ സ്കൂളിലേക്ക് എത്താൻ തയ്യാറാണെന്ന് ഈ കുട്ടിയുടെ പേരൻസ് നിലപാടെടുത്ത സാഹചര്യത്തിൽ വീണ്ടും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിലപാട് വരികയും വിവാദം കത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് എതിർചേരി പ്രതിപക്ഷം വലിയ രീതിയിൽ കത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം നമ്മൾ കാണുന്നില്ലേ? തീർച്ചയായിട്ടും സ്വാഭാവിക വിമർശനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ ക്രൈസ്തവ സഭകളൊക്കെ മന്ത്രിക്കെതിരെ നിലപാടെടുത്ത് രംഗത്ത് വരികയും ചെയ്തു. അവസാനിച്ച പ്രശ്നം അത് ചില വിഷയങ്ങൾ ആളിക്കത്തിക്കാൻ ചില കൂട്ടർ ശ്രമിച്ചു. അത് അവസാനിച്ചു വരുമ്പോഴാണ് മന്ത്രി ഇടപെട്ടതെന്നാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. പക്ഷേ ഈ മന്ത്രിക്ക് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ പുറത്താക്കിയ സംഭവത്തിൽ എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചതെന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥിയെ വസ്ത്രത്തിന്റെ പേരിൽ ക്ലാസിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപമാണ്. അത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൌരന്റെ മൌലികമായ മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് അതിപ്പോൾ ഇടപെടുന്നതാണ് മന്ത്രിയുടെയും സർക്കാരിന്റെയും വിശദീകരണം. പക്ഷേ അവസാനിച്ച വിഷയത്തിൽ എങ്ങനെ മന്ത്രി ഇടപെടുന്നു, അല്ലെങ്കിൽ ഇടപെട്ട് എന്തിനാണ് വീണ്ടും അത് വഷളാക്കുന്നതെന്ന ചോദ്യം ശക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരണം ഇന്ന് ഉണ്ടായേക്കും. ഏതായാലും ഒരു ഹിജാബ് വിഷയം വീണ്ടും ശക്തമായി തന്നെ ഉയരുകയാണ്. സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. ഇനി എങ്ങനെയാണ് ഈ വിഷയത്തിൽ മറുപടി കൊടുക്കാൻ പോകുന്നത്? ഇന്നലെ തന്നെ നമ്മൾ പ്രതികരിക്കുമ്പോൾ മന്ത്രിയുടെ വിശദീകരണ കത്തിന് അല്ലെങ്കിൽ വിശദീകരണ റിപ്പോർട്ടിന് മറുപടി നൽകുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഏതുതരം മറുപടിയാണ്? ആ മറുപടിയിൽ മാത്രം പ്രശ്നം അവസാനിക്കുമോ, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും നടപടിക്ക് സർക്കാർ തയ്യാറാകുമോ എന്ന കാര്യമൊക്കെയാണ് ഇനി അറിയേണ്ടത്.
അരുൺ, നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായ ഒന്ന് ഈ സ്കൂളിന് തീരുമാനിക്കാം അവരുടെ യൂണിഫോം ഏത് തരത്തിൽ വേണം, എങ്ങനെയാണ് കുട്ടികൾ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടത് എന്നുള്ളത്. ആ പറഞ്ഞ മന്ത്രി ആ പരാമർശത്തിൽ നിന്ന് പിന്മാറി ഇപ്പോൾ സ്കൂളിനെതിരെ തന്നെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം. സ്കൂൾ അധികൃതരടക്കം ഈ വിഷയത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സ്കൂളിന്റെ പ്രതികരണമാണ് ഇനി വരേണ്ടത്. ഇന്നലെ വൈകുന്നേരം നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ സ്കൂൾ മാനേജ്മെന്റ് പ്രതികരിച്ചിരുന്നു. മന്ത്രിക്ക് മറുപടി നൽകും. മന്ത്രിയുടെ ഇത്തരമൊരു വിശദീകരണ കത്തോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ആവശ്യപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ലഭിച്ചാൽ മറുപടി നൽകുമെന്ന് പറഞ്ഞു. ഇന്ന് 11 മണിക്ക് മുമ്പ് മറുപടി നൽകണം. കൊച്ചിയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ് പ്രതികരണം ഏത് തരത്തിലാണ് റിപ്പോർട്ട് നൽകുന്ന കാര്യമൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരമൊരു അവസാനിച്ച പ്രശ്നം, തീർച്ചയായും ഇതൊരു വർഗീയ ചുവ നൽകാൻ ശ്രമം നടന്നിരുന്നു. വർഗീയ നീക്കങ്ങളുടെ ഭാഗമെന്ന വിമർശനം ഉയർന്നു വന്നിരുന്നു. ബിജെപിയും ഒക്കെ അത്തരം ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. SDP ആണ് ഇതിന് പിന്നിലെന്ന ഒരു ആരോപണം ബിജെപിയിലെ നേതാവ് ഷോൺ ജോർജ് അടക്കം ഇന്നലെ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നം അവിടെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു. വീണ്ടും ഇതെന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് ഇത്തരം ഒരു പ്രതികരണം ഉണ്ടായത്? സ്വാഭാവികമായും അദ്ദേഹം ഈ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി വിശദീകരണം തേടിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇങ്ങനെ ഒരു വർഗീയ ചുവയുള്ള വിഷയത്തിൽ വീണ്ടും ഇടപെട്ട് അത് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുകയാണോ ചെയ്യേണ്ടിയിരുന്നത് മന്ത്രി എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുവിൽ ഉയർന്നു വരുന്നത്. മന്ത്രിയുടെ തന്നെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി വരേണ്ടതുണ്ട്. അതിന് നമ്മൾ ശ്രമിക്കുന്നുമുണ്ട്. ഒരു കാര്യം കൂടി അരുൺ, അതായത് തുടക്കം മുതൽ ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് എന്ന തരത്തിൽ വന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ അതേ വിഷയം തന്നെയാണോ? അതായത് ഒരു വ്യക്തിക്ക് അവരുടെ മതസ്വാതന്ത്ര്യം, മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്തുടരാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഹിജാബ് ധരിച്ച് തന്നെ വരട്ടെ എന്നുള്ള തരത്തിലാണ് പൊതുവായി സർക്കാരിൻ്റെ ഒരു നിലപാടായിട്ട് ആദ്യമായി ഈ വിഷയത്തിൽ ഒരു നിലപാട് വന്നത്. ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യം എടുത്ത ആ ഒരു നിലപാട് മന്ത്രി വി ശിവൻകുട്ടിയുടെ വ്യക്തിപരമായ ഒരു നിലപാട് എന്ന തരത്തിൽ മാത്രം ഇപ്പോൾ ഒതുങ്ങിപ്പോയ ഒരു സാഹചര്യമുണ്ടോ? പ്രാഥമിക പ്രതികരണമാണ് അന്ന് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ വിവാദം വന്ന ഉടൻ സ്വാഭാവികമായ ഒരു സ്കൂളിലെ യൂണിഫോം തീരുമാനിക്കുന്നതിന് മാനേജ്മെന്റുകളാണ്. സ്കൂളിൽ ഏത് തരത്തിലുള്ള വസ്ത്രമാണ് കുട്ടികൾ ധരിച്ചു വരേണ്ടത് തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് തന്നെയാണ്. മറ്റുള്ളവർക്കും അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അവിടെ ഒരു മാനേജ്മെന്റ് ഒരു കുട്ടിയെ സ്കൂളിലേക്ക് അഡ്മിഷൻ നൽകുമ്പോൾ തന്നെ ഇവിടുത്തെ യൂണിഫോം ഇതെന്ന് പറഞ്ഞ് വളരെ കൃത്യമായി തന്നെയാണ് സ്കൂളിലേക്ക് എത്തുന്നത്. പക്ഷെ അതിനുശേഷം വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവിടെ മറ്റു വസ്ത്രങ്ങൾ കുട്ടികൾ ഇട്ട് വന്നാൽ മാനേജ്മെന്റ് അനുവദിക്കാറുമില്ല. ആ ഒരു നിലപാടാണ് മന്ത്രി കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. പക്ഷേ അതിനുശേഷം അവിടെ ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ നിയമ ലംഘനത്തിന്റെ, ദേശീയ വിദ്യാഭ്യാസ നിയമത്തിന്റെ ലംഘനമുണ്ടായി. സ്കൂളിന്റെ ഭാഗത്ത് കൃത്യവിലോപമുണ്ടായി. അതിനപ്പുറത്തേക്ക് മതാചാര സ്വാതന്ത്ര്യത്തിന് ലംഘനം, ഇന്ത്യ ഭരണഘടന നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യ ലംഘനമുണ്ടായി എന്നാണ് ഈ DDയുടെ റിപ്പോർട്ടിലുള്ളത്. അവിടെ അത് പശ്ചാത്തലമാക്കിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഇന്നലെ ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അവിടെയാണ് മന്ത്രിയുടെ അഭിപ്രായത്തിൽ രണ്ട് വൈരുദ്ധ്യങ്ങളുണ്ടായത്. ആദ്യം സ്കൂളിനെ നടപടിയെ പിന്തുണച്ചുകയും പിന്നീട് അതിനെ എതിർത്തുകൊണ്ട് കടുത്ത വിമർശനവുമായി മന്ത്രി രംഗത്ത് വരികയും ചെയ്തു. ആ സാഹചര്യമാകും ഇനി മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിക്കാൻ പോകുന്നത്. യെസ്, വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഡാനി പോൾ കൂടിയുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാറിയ നിലപാട് വിദ്യാഭ്യാസ മന്ത്രിയുടെ, അത് സ്കൂൾ അധികൃതർ ഏത് തരത്തിലാണ് അതിനോട് പ്രതികരിക്കുന്നത്? ശക്തമായ വിമർശനം തന്നെയല്ലേ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത്